മത്തായി 5:43-45 ശത്രുവിനെ ദ്വേഷിക്കുക, അതായത് പകരം ചോദിക്കുക. ലോകവ്യാപാര മനുഷ്യചരിത്രത്തിലെ എക്കാലവും കാണുന്ന നിലനിൽക്കുന്ന വ്യവഹാര ചരിത്രമാണിത്. ഒളിഞ്ഞും പതിഞ്ഞും ആകാശത്തും ഭൂമിയിലുമെല്ലാം നിലനിൽക്കുന്ന യഥാർത്ഥ മനുഷ്യപ്രതികാരത്തിൻ്റെ മറുതലിക്കലിൻ്റെ പകരത്തിന് പകരം ചോദിക്കുക എന്ന മനുഷ്യപ്രകൃതിയുടെ നീതിശാസ്ത്രം അത് എപ്പോഴും പ്രാവർത്തിക തലത്തിലാണ്. ശരിക്കും മനുഷ്യപ്രകൃതിയുടെ ബന്ധത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ വൈരാഗ്യബുദ്ധി, പ്രതികാര ചിന്ത കാണാം. നാട്ടിലും വീട്ടിലും നഗരത്തിലും ലോകത്തിലും ഒക്കെ നടമാടുന്ന പ്രതികാര നടപടികളുടെ ഭാഗമല്ലേ അവിടെയും ഇവിടെയുമൊക്കെ കാണുന്ന സംഘർഷങ്ങളും യുദ്ധങ്ങളുമൊക്കെ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ചിലർ സ്വന്തം താല്പര്യത്തിനായി സംഘർഷങ്ങൾ അഴിച്ചുവിടുമ്പോൾ ചിലർ സംരംഭങ്ങൾക്കോ മതവെറിക്കോ പാർട്ടി വളർത്താനോ അതുമല്ലെങ്കിൽ പഴയ വൈരാഗ്യം തീർക്കാനോ ഒക്കെ ഈ കുൽസിത കർമ്മത്തിൽ ഏർപ്പെടുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശത്രുവിനെ തീർക്കാൻ, പ്രതികാരം ചെയ്യാൻ മനുഷ്യൻ അല്ലെങ്കിൽ രാജ്യങ്ങൾ ചെലവാക്കുന്നതിൻ്റെ 10-1 നാട് നന്നാക്കാൻ നന്മ പ്രവൃത്തികൾക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം എത്രയോ പണ്ട് നന്നായേനെ. അവരിനെ ദ്രോഹിക്കുക എന്നത് ഇന്നിൻ്റെ ഒരു ഭാഷനായി മാറിയിരിക്കുകയാണ്. അതിനു മുൻപിൽ എത്ര സാരോപദേശങ്ങളും വിലപ്പോവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദേഷ്യവും വിദ്വേഷവും വൈരാഗ്യവും അക്രമവാസനയുമൊക്കെ കുഞ്ഞുമക്കളിൽ പോലും ഇന്ന് കൂടി വരികയാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. അതിനവിടുന്ന് പറയുന്ന കാരണം ദൈവം, സ്വർഗസ്ഥനായ പിതാവ്, പക്ഷപാതം കാണിക്കാതെ എല്ലാവരെയും, ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ പരിഗണിക്കുകയും ഒരുപോലെ ഇരുകൂട്ടർക്കും നന്മ ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ്. നമുക്ക് അവിടുത്തെ മക്കളാണെന്ന് അഭിമാനിക്കണമെങ്കിൽ അതുപോലെ നന്മ ചെയ്യണം എന്നവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തനിക്ക് ഭക്ഷണമാകേണ്ട ഇരയെ പോലും രക്ഷിക്കുന്ന, അതിന് കൂട്ടിരിക്കുന്ന അല്ലെങ്കിൽ കാവലിരിക്കുന്ന ക്രൂരന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന വന്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ എത്രയോ നാം കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയിൽ ഒരു പുഴയുടെ തീരത്ത് വീണുപോയ തൻ്റെ കുഞ്ഞിനെ നോക്കി കണ്ണുനീർ പൊഴിക്കുന്ന മാൻപേടയുടെ മുമ്പിലേക്ക് അതിൻ്റെ കുഞ്ഞിനെ എടുത്തു കൊടുക്കുന്ന ഒരു കടുവയെ കാണാം. എനിക്ക് തോന്നുന്നു സഹതാപവും സെൻറ്റിമെൻസുമൊക്കെ ഇന്ന് മൃഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന്. മറ്റൊരു ചിത്രത്തിൽ ആടിൻ്റെ പാൽ കുടിക്കുന്ന പട്ടിക്കുട്ടിയെയും താറാവിൻ്റെ പുറത്തേറി സഞ്ചരിക്കുന്ന നായ്ക്കുട്ടിയെയും സിംഹക്കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്ന മാൻകുട്ടികളെയും ഒക്കെ മനോഹരമായ കാഴ്ചകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതേസമയം മനുഷ്യൻ അയൽക്കാരനെ തകർക്കാൻ, അയൽ രാജ്യത്തെ തകർക്കാൻ ആയുധങ്ങളും ബോംബുകളും മിസൈലുകളും ഒക്കെ ഉണ്ടാക്കി കൂട്ടുന്ന തിരക്കിലാണ്. 2 അടി മണ്ണ് കിളച്ച് പച്ചക്കറിയും നെല്ലും ഗോതമ്പും നടാൻ പറ്റാത്തവൻ ഭൂമിയുടെ 200-400 അടി താഴെ ആയുധ സംഭരണികൾ ഉണ്ടാക്കുന്നു, അണുവായുധങ്ങളും മിസൈലുകളും ഉണ്ടാക്കുന്നു. ആബേലിനെ നശിപ്പിച്ച ശേഷം കടന്നു പോകുന്ന കായാനോട് നിന്റെ സഹോദരൻ എവിടെ എന്ന് ഉൽപ്പത്തി 4:9 ചോദിച്ചവൻ തന്നെയാണിന്ന് നമ്മളോട് ശത്രുക്കളെ സ്നേഹിക്കുവാൻ പറയുന്നത്. മത്തായി 5:39 അവിടുന്ന് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, കാരണം മനസാക്ഷി നഷ്ടപ്പെട്ടു നിൽക്കുന്നവന് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് നനയ്ക്കാനാവില്ല. എന്നാൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനാണ് അവിടുന്ന് പറയുന്നത്. നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം തരുന്നവൻ അവിടുന്ന് ആയതുകൊണ്ട്, സഹോദരൻ്റെ കാവൽക്കാരൻ നാം ആയതുകൊണ്ട്, സത്യം അവിടുത്തെ പക്കലായതുകൊണ്ടും സത്യം അവിടുന്നായതുകൊണ്ടും നാം ഓരോരുത്തരും സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായി വിളിക്കപ്പെട്ടവരായതുകൊണ്ടും പിതാവിൻ്റെ പരിശുദ്ധിയിലേക്ക് വളരാൻ നമുക്ക് പരിശ്രമിക്കാം.